രാഹുൽ മാങ്കൂട്ടത്തിലുമായി പാർട്ടി സഹകരിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. രാഹുൽ ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നും MLA എന്ന നിലയിൽ സഹകരിപ്പിക്കില്ല എന്നും എ തങ്കപ്പൻ വ്യക്തമാക്കി. രാഹുലായി ബന്ധമുള്ള പരിചയമുള്ള ആളുകളല്ലേ ഇവരൊക്കെ. നമ്മൾ പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത് സത്യമാണ്. KPCC ചെയ്തു. അത് വ്യക്തമായിട്ട് UDF മീറ്റിങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞല്ലോ. ഇപ്പോഴും പാലക്കാട് MLA അദ്ദേഹമല്ലേ. ഞങ്ങൾ പാർട്ടി സസ്പെൻഡ് ചെയ്ത് MLA മാറിയിട്ടില്ലല്ലോ. അദ്ദേഹത്തെ സമീപിക്കാനും അദ്ദേഹത്തെ വോട്ട് ചെയ്തവർ കണ്ടാമിണ്ടണ്ടേ. അല്ല ഞങ്ങൾ വഴിമാറി നടക്കണം. എൻ്റെ നയം എന്ന് പറയുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറയുന്ന നയമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ഇറങ്ങി നടന്നു. അത് ഇന്നവർ കണ്ട് സംസാരിച്ചു. അതെന്താ അദ്ദേഹം അവിടുത്തെ MLA ആണ്. അതിന് നിങ്ങൾ ഊരുവിളക്ക് പോലെ കണക്കാക്കരുത് ദയവ് ചെയ്തിട്ട്. പാർട്ടിയുടെ മാറ്റി നിർത്തിയത് പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. ഒരു പാർട്ടിയും അതിൻ്റെ പരിപാടിയിൽ പങ്കാളിത്തമില്ല. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലമായ പാലക്കാട്ട് തുടരുകയാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഐഷത്തുൽ ഷംന, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മണ്ഡലത്തിലേക്കുള്ള വരവ് അത് ജില്ലാ സംസ്ഥാന നേതാക്കളുടെ മൗനാനുവാദത്തോടു കൂടിയാണ് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരികയും ആ രീതിയിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഏത് തരത്തിലുള്ള പരിപാടികളാണ് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത്? സ്വകാര്യ സന്ദർശനങ്ങളാണ്. അതെങ്ങനെയാണ്? ഇന്നും വലിയ പ്രതിഷേധം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ ഐഷത്തുൽ ഷംന. തീർച്ചയായും റീജിത്ത്, കഴിഞ്ഞ ദിവസം രാഹുൽ മണ്ഡലത്തിലെത്തിയപ്പോൾ അത് നേതാക്കളുടെ നേതൃത്വത്തിൻ്റെ ഒക്കെ അനുമതിയോട് കൂടിയാണ് എന്ന ഒരു വിമർശനമുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഇന്ന് DCC പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു അനുവാദം നേതൃത്വം നൽകിയിട്ടില്ല. രാഹുൽ മണ്ഡലത്തിലെത്തുന്നത് സംബന്ധിച്ച് നേരത്തെ മുൻകൂട്ടി ഒരു അനുവാദം ചോദിക്കുകയോ നേതാക്കളെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് മണ്ഡലത്തിലെത്തിയതിനു ശേഷമാണ് രാഹുൽ അക്കാര്യം അറിയിച്ചത് എന്നാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ നമ്മളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും രാഹുലിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അക്കാര്യം KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നമ്മളോട് വ്യക്തമാക്കിയതാണ്. അങ്ങനെ ഒരാളെ പാർട്ടി പരിപാടികളിൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കില്ല. MLA എന്ന നിലയിൽ പോലും രാഹുലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും പാർട്ടി ഇനി ഇടപെടില്ല എന്ന് തന്നെയാണ് തങ്കപ്പൻ ഇന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. പക്ഷേ അവിടെയാണ് BJP ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. അതായത് അങ്ങനെ പാർട്ടി പരിപാടികളിൽ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവിനെ എന്തിനാണ് പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കുന്നത്? പാലക്കാട്ടെ ജനങ്ങളുടെ എല്ലാം വീട്ടിൽ കയറ്റണമെന്നാണോ? പാർട്ടിയിൽ കയറ്റാൻ കൊള്ളാത്ത ഒരു നേതാവിനെ ജനങ്ങളുടെ വീട്ടിൽ കയറ്റണം എന്നാണോ പാർട്ടി പറയുന്നത്? അത് പാർട്ടിയുടെ ഇരട്ടത്താപ്പല്ലേ? ഒപ്പം തന്നെ പാർട്ടി പൂർണ്ണമായും രാഹുലിനെ തള്ളി പറയുന്നു എന്ന് പറയുമ്പോൾ പോലും ഇന്നലെ രാഹുൽ മണ്ഡലത്തിലെത്തിയ സമയത്ത് പോലും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഉൾപ്പെടെ രാഹുലിനെ പിന്തുണച്ച് ഒപ്പമുണ്ടായിരുന്നു. നേതാക്കൾ MLA ഓഫീസിലെത്തിയ സമയത്ത് സ്വീകരണം നൽകുന്നു. ഇതൊക്കെ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. രാഹുൽ ഔദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് BJP വ്യക്തമാക്കിയത്. ഒപ്പം രാഹുലിന് ഇന്ന് സ്വകാര്യ പരിപാടികളാണ്, മറ്റ് ഔദ്യോഗിക പരിപാടികളില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ശരി, ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.